ഉപരാഷ്ട്രപതിയെ തിരുത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്. പാർലമെന്റല്ല ഭരണഘടനയാണ് പരമോന്നതമെന്ന് ചീഫ് ജസ്റ്റിസ്. പാർലമെന്റിന് നിയമ ഭേദഗതി ചെയ്യാനാകും, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സി ജോസഫ് ജില്ലയിൽ നിന്ന് ചേരുകയാണ്. സിബി, നമുക്കറിയാം ഗവർണർമാർ അനന്തമായി ബില്ലിൽ അടയിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. കേരളമടക്കം സുപ്രീം കോടതിയിൽ പോയി. ഇതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതി തന്നെ സുപ്രീം കോടതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തത്. ഇപ്പോൾ എന്തൊക്കെയാണ് ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതിയോടായി പറഞ്ഞത്? സിജു, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഉപരാഷ്ട്രപതിക്കെതിരായ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശത്തിന് ഒരു മറുപടിയായി ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉപരാഷ്ട്രപതിയെ തിരുത്തുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പാർലമെന്റ് അല്ല ഭരണഘടനയാണ് പരമോന്നതം എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ ബില്ലുകൾ മേൽ അടയിരിക്കുന്ന രാഷ്ട്രപതിയുടെയും അല്ലെങ്കിൽ ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധിയും പിന്നീട് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ ബില്ലുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സമയപരിധി സംബന്ധിച്ചെല്ലാം തന്നെയും ഒരു ഉത്തരവ് സുപ്രീം കോടതി ഉണ്ടാവുകയും അതിനെ വിമർശിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖർ രംഗത്ത് വരികയും ഇതിൽ പാർലമെന്റാണ് എല്ലാത്തിലും പരമോന്നതമെന്നും ഭരണഘടന പ്രകാരം പാർലമെന്റുകൾക്ക് മുകളിൽ മറ്റൊരു അധികാര കേന്ദ്രമില്ല എന്നായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പറഞ്ഞത്. അതിന് മറുപടി എന്ന രീതിക്ക് അതിനെ തിരുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയാണ് പരമോന്നതം. ജനാധിപത്യത്തിൻ്റെ 3 വിഭാഗങ്ങളിലും അതിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർലമെന്റ് അല്ല ഭരണഘടനയാണ് പ്രധാനം. ഈ പാർലമെന്റിന് പല നിയമ ഭേദഗതിയും നടത്താൻ കഴിയും. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ അത് മാറ്റം വരുത്താൻ ആവില്ല എന്നും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസമാണ് അദ്ദേഹം 52ാമത്തെ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പല വിധികളിലും അതൃപ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപരാഷ്ട്രപതി പല വേദികളിലും സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ടും കൂടാതെ സുപ്രീം കോടതിയേക്കാൾ വലുതാണ് പാർലമെന്റാണ് പരമോന്നതം എന്നെല്ലാം തന്നെയും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. അത് പല വേദികളിൽ ഉപരാഷ്ട്രപതി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം ഇതിനൊരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ അല്ലെങ്കിൽ ജുഡീഷ്യറി എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടനയുടെ മൂല്യങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങളെ അതിനെ ഒരിക്കലും അട്ടിമറിക്കാനോ അതിന് മാറ്റം വരുത്താനോ ഒരു പാർലമെന്റിനും കഴിയില്ല. നിയമ നിർമ്മാണം നടത്താൻ കഴിയും, പക്ഷേ അതിൽ ഏറ്റവും പരമോന്നതം അതുകൊണ്ട് പാർലമെന്റാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും പരമോന്നതമെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ സർക്കാരിനെതിരെ അദ്ദേഹത്തിൻ്റെ പിന്നീട് പറയുന്നത് സർക്കാരിനെതിരെ എന്തെങ്കിലും ഉത്തരവുകൾ പുറപ്പെടുവിച്ചു എന്നുകൊണ്ട് മാത്രം ഒരു ജഡ്ജി സ്വതന്ത്രനായി എന്ന് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. നമ്മുടെ ഒരു ജഡ്ജിയുടെ കടമ എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങളെയും തത്വങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ജഡ്ജിയുടെ കടമ. അത് എപ്പോഴും നീതി ലഭിക്കേണ്ട ആർക്കാണ് അവർക്ക് നീതി ലഭിക്കുക, ആ രീതിയിലായിരിക്കണം ഒരു ജഡ്ജിയുടെ വിധിന്യായം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. കൂടാതെ അദ്ദേഹം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നടത്തിയ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്തായാലും ഉപരാഷ്ട്രപതി പല തവണകളായി ഈ ഒരു ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്ന നടപടിക്കെതിരെ സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് പല വേദികളിൽ ഉപരാഷ്ട്രപതി സുപ്രീം കോടതിക്കെതിരായി വിമർശനം നടത്തിയിരുന്നു. ഇതിനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഗവായി അദ്ദേഹം ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു മറുപടി ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഉപരാഷ്ട്രപതിയെ തിരുത്തിക്കൊണ്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്തായാലും പരമോന്നതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് പാർലമെന്റ് ആയാലും സുപ്രീം കോടതി ആയാലും എല്ലാം പ്രവർത്തിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ മാറ്റം വരുത്താൻ ഒരു പാർലമെന്റിനും ഒരു കോടതിക്കോ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഓരോ വിധിന്യായവും ഇന്ത്യൻ ഭരണഘടനയിൽ ഉറച്ചു നിന്നുള്ള വിധിന്യായമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിജു.